പാറശാല കേസിൻ്റെ വിധി വന്നല്ലോ. ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് തെളിയിച്ചു പോലീസ്. അതിൻ്റെ പിന്നിലെ പോലീസിൻ്റെ എഫേർട്ട് നമുക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ല. ഗ്രീഷ്മ കുറ്റക്കാരിയാണ് എന്നുള്ള കോടതിയുടെ കണ്ടെത്തൽ അത് കേരള പോലീസിൻ്റെ വലിയൊരു വിജയമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. അത് പോലീസിനോട് ഒരു വലിയ ബിഗ് സല്യൂട്ട് പറയേണ്ടതുണ്ട്. കാരണം ഒരു കേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയുന്ന പോലെ സാധാരണഗതിയിൽ നേരിട്ടുള്ള ദൃക്സാക്ഷികൾ, മരണമൊഴി, അല്ലെങ്കിൽ അതിനു മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ഇതൊന്നും തന്നെ ഈ കേസിലില്ല. ഇതിൽ പ്രധാനമായിട്ടുള്ളത് സംശയങ്ങളാണ്. പിന്നെയുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അവിടെ നിന്നാണ് ഈ കേസിനെ കൊണ്ടുപോകുന്നത് വളരെ ആസൂത്രിതമായി. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അറിയാത്ത കൊലപാതകങ്ങളുണ്ടാവും എന്ന് പറഞ്ഞാൽ പോലീസിലെത്താത്ത കൊലപാതകങ്ങളുണ്ടാവും. നമ്മുടെ മാധ്യമങ്ങൾ എന്തെഴുതി എന്നുള്ളത് ഇതിലൊരു കഥയല്ല. കാരണം മാധ്യമങ്ങൾക്ക് കഥ എഴുതാം. നിനക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല, നമ്മുടെ ഈ ഒരു സൂരജ് ഒരു പെൺകുട്ടിയെ പാമ്പ് കടിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസ്. ആ കേസിൽ ഒരു സംശയം ഒരു പോലീസുകാരന് തോന്നി. അങ്ങനെ അത് ഒരു പരിധിവരെ എത്തുന്ന രീതിയിലേക്ക് എത്തുമ്പോഴാണ് പത്രങ്ങൾ ഇത് ലീക്ക് ചെയ്തറിയുന്നത്. പത്രങ്ങൾ സൂരജിന്റെ പെങ്ങളുടെ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ സൂരജിന്റെ അമ്മയുടെ വീഡിയോ എടുക്കാനും അവരുടെ ന്യായീകരണങ്ങൾ പറയാനാണ് ശ്രമിച്ചത്. അത് പത്രങ്ങളുടെ അറിവില്ലായ്മയാണ്. ഇന്നിപ്പോഴ് ചേന്നമംഗലത്ത് നടന്ന കൊലപാതകത്തിൽ അവന്റെ പെങ്ങളെ കളിയാക്കിയതിന്റെ പേരിലാണ് അവൻ കൊലപാതകം നടത്തിയത് എന്ന നിലയ്ക്കുള്ള ന്യായീകരണങ്ങൾ മാധ്യമങ്ങൾ കൊണ്ടുവരികയാണ്. ശരിക്കും അങ്ങനെ ഒരു മാധ്യമം കൊണ്ടുവരുമ്പോൾ അവരതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ പോലീസ് അന്വേഷണം എവിടെ വരെ എത്തിയിട്ടില്ല. പോലീസിന് കോടതിയിലെത്തുമ്പോൾ ഇങ്ങനൊരു വാദം ഫേസ് ചെയ്യേണ്ടി വരും അവർക്ക്. കാരണം അവരത് ആസൂത്രിതമാണ്, കൊലപാതകം ആസൂത്രിതമാണ്. അപ്പോൾ ആസൂത്രണം ചെയ്യുന്ന ആളുകൾ അത്രയും വളരെ കൃത്യമായിട്ട് ചെയ്യുക. അതിന് പിന്നിൽ കേസ് അന്വേഷിച്ച് പോയി അതിന്റെ തെളിവുകൾ ഈ ഒരു മാലയിൽ പോലെ കെട്ടിക്കൊണ്ടുവരണം കോടതിയിൽ എത്തിക്കണമെങ്കിൽ വിശ്വാസയോഗ്യമായിട്ട്. അതും സാഹചര്യ തെളിവുകൾ മാത്രമുള്ളപ്പോൾ പോലീസിന് സമ്മതിച്ചു. കാരണം ഇങ്ങനൊരു കേസിൽ അത് കുറ്റക്കാരിയാണ് എന്ന് പറയുമ്പോൾ അതത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. കേരള പോലീസിന് ആ കാര്യത്തിൽ വലിയ കഴിവുണ്ട് എന്നുള്ളത് നമ്മൾ പല കേസുകളിലും അറിഞ്ഞിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമാണ്. ആ കാര്യത്തിൽ കേരള പോലീസിന്റെ എന്താ പറയാ അവർക്കൊരു പൊൻതൂവൽ തന്നെയാണ് ഈ കേസ്. ഈ സമാധി വിവാദം എന്താകും? ഈ സമാധി വിവാദത്തിന് ഒരു രണ്ടു ഭാഗം ഉണ്ടായിരുന്നു. സത്യത്തില് മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാല് റിപ്പോർട്ടർ ടിവിയിലെ ഒരു മാധ്യമ പ്രവർത്തകനാണ് ആദ്യമായിട്ട് സമാധി വിവാദം കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അത് ഏറ്റെടുത്തു. ഇപ്പോഴും ക്യാമറകൾ അവിടെ നിൽക്കുന്നുണ്ട്. സമാധി എന്നൊന്നുമില്ല, മരിച്ചു, അത്രയും മതി. പിന്നെ എനിക്ക് വേണമെങ്കിൽ നിന്നെ സ്വാമിയായിട്ടോ ദൈവമായിട്ടോ കാണാം, അതിന് വിശ്വാസം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് ഉപയോഗപ്പെടുത്താൻ എളുപ്പമാണ്. ശരിക്കും ഇതിൽ ഏറ്റവും നല്ല കാര്യം എന്തായിരുന്നു വെച്ചാൽ പി രാജീവിനെ വിളിച്ചിട്ട് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. കാരണം നല്ലൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സാണ്, നല്ല ലാഭം കിട്ടുന്ന, ചെലവൊന്നുമില്ലാത്ത, അനുഗ്രഹം മാത്രം ചെലവായിട്ടുള്ള ഒരു പരിപാടി. ആ പരിപാടി വിജയിപ്പിക്കുന്ന ഒരുപാട് വലിയ ആളുകളുണ്ട്. വലിയ സ്റ്റാർട്ടപ്പുകൾ, വലുതായ കമ്പനികളുണ്ട്, ഇവിടെ ചെറിയ കമ്പനികളുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് നമ്മുടെ മാധ്യമങ്ങൾ അമിത പ്രാധാന്യം കൊടുത്ത എന്താണെന്ന് വെച്ചാൽ വാർത്ത വയനാട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിലവർ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വാർത്തയെ വയനാട്ടിലേക്ക് കയറാതെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനായിട്ട് അവർ ശ്രമിച്ചു, അതിലവർ വിജയിച്ചു. പക്ഷെ എന്ത് കാര്യം, ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി കുറച്ച് എന്താ പറയാ കുറച്ച് ആളുകളെ കൂടി ആ ഒരു വളയത്തിൽ കൊണ്ടു നിർത്താനായിട്ട് പറ്റിയെന്ന് പറഞ്ഞ പോലെ കുഞ്ഞിനി മാഷ് പറഞ്ഞ പോലെ മനുഷ്യൻ വട്ടത്തിലാണ് സഞ്ചരിക്കുന്നത്. വട്ടത്തിൽ വെട്ടമില്ല, വെട്ടം കിട്ടണമെങ്കിൽ വട്ടത്തിൽ നിന്ന് വിട്ട് കിട്ടണം, വട്ടത്തിൽ നിന്ന് വിട്ട് കിട്ടിയ വട്ടത്തിലുള്ള ഒരു വട്ടാന്ന് പറയുന്ന പോലത്തെ ഒരു വട്ടാണ് ഇവിടെ ഉള്ളത്. എന്ത് കാര്യം, മാപ്രകളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവസാന ശ്വാസത്തിലാണ്. നിങ്ങളായി, നിങ്ങളുടെ പാടായി, സമാധിയായി, എന്തായി